ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വേറെ കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, മിസ്റ്റർ വാസു റിസീവ് ദ ഫോളോയിങ് ഇൻകംസ് ഡ്യൂറിങ് 2019-20. കമ്പ്യൂട്ട് ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് കേസ്. ഇതിൽ രണ്ട് കേസുകളായിട്ട് തന്നിരിക്കുകയാണ്. ഈ രണ്ട് കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻകംസ് കാൽക്കുലേറ്റ് ചെയ്യുകയും എന്നിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സ് നമ്മൾ എഴുതുകയും വേണം. ഇതിൽ കേസ് എയിൽ പറയുന്നത് 3 കാര്യങ്ങളാണ് പറയുന്നത്. വിന്നിങ് ഫ്രം സിക്കിങ് ലോട്ടറി നെറ്റ് എമൗണ്ട് ആണ് തന്നത്. നെറ്റ് എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളത് എന്ത് ചെയ്യണം, ഗ്രോസപ്പ് ചെയ്യണം. ദാറ്റ് ഈസ് എങ്ങനെ ഗ്രോസപ്പ് ചെയ്യുക, 14,000 × 100/70 ചെയ്തിട്ട് എത്ര എമൗണ്ട് ആണോ കിട്ടുന്നത് ആ എമൗണ്ട് ആണ് നമ്മുടെ ടാക്സബിൾ ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ സെക്കൻഡ് ഐറ്റം, വിന്നിങ് ഫ്രം ഹോഴ്സ് റേസസ് ₹2,000. ഹോഴ്സ് റേസ് വിൻ ചെയ്യുന്നത് 2,000 രൂപ ടാക്സബിൾ ഐറ്റമാണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ. അപ്പോൾ ഈ ടാക്സബിൾ ഐറ്റമായ ഈ ഹോഴ്സ് റേസ് വിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എമൗണ്ട് ഗ്രോസപ്പ് ചെയ്യണോ ഗ്രോസപ്പ് ചെയ്യേണ്ടേ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഗ്രോസപ്പ് ചെയ്യേണ്ടത് എങ്കിൽ, അതായത് 2,000 രൂപയിൽ കൂടുതൽ വരിക, 10,000 രൂപയിൽ കൂടുതൽ നമുക്ക് ഹോഴ്സ് റേസിൽ നിന്ന് കാശ് കിട്ടുകയാണ് എങ്കിൽ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി അവിടെ ടാക്സ് കുറച്ചതിന് ശേഷമുള്ള എമൗണ്ടാണ് നമുക്ക് റിസീവ് ചെയ്യുന്നുണ്ടായല്ലോ. അപ്പോൾ 10,000 രൂപയിൽ കൂടുതലൊരു എമൗണ്ട് ഹോഴ്സ് റേസിൽ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മളത് എന്ത് ചെയ്തിരിക്കണം, ഗ്രോസപ്പ് ചെയ്തിരിക്കണം. പക്ഷേ ഇവിടെ ഫസ്റ്റ് കേസിൽ ഹോഴ്സ് റേസിൽ നിന്ന് നമുക്ക് ആകെ 2,000 രൂപ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ 2,000 നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എടുത്തെഴുതിയാൽ മതി. ദെൻ ദ തേർഡ് ഐറ്റം, വിന്നിങ് ഫ്രം ക്രോസ്വേഡ് പസിൽ കളക്റ്റഡ് ബൈ ബാങ്ക്. ഇപ്പോൾ കളക്റ്റഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നെറ്റ് എന്നോ റിസീവ്ഡ് എന്നോ കളക്റ്റഡ് ബൈ ബാങ്ക് എന്നോ അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്നോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്രോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 7,000 റുപ്പീസാണ് ക്രോസ്വേഡ് പസിൽ നിന്ന് നമ്മൾ വിൻ ചെയ്യുന്നത്. അപ്പോൾ 7,000 × 100/70. ദെൻ കേസ് ബിയിൽ പറയുന്നത് വിന്നിങ് ഫ്രം ലോട്ടറി ₹2,000 ഡയറക്റ്റ് എമൗണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് 2,000 തന്നെ എടുത്ത് എഴുതിയാൽ മതി, ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ് ₹22,400. ഇവിടെ ഹോഴ്സ് റേസിൽ നിന്ന് നമുക്ക് 10,000 രൂപയിൽ കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. 10,000 രൂപയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കുറച്ചിട്ടുണ്ടായിരിക്കും, TDS കുറച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് കുറച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് എന്ത്, 22,400. അപ്പോൾ നമ്മൾ ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഗ്രോസ് അപ്പ് ചെയ്യേണ്ടി വരും. Okay, we can move to the answer. That is computation of income from other source for the assessment year 2020-21. First case, winning from sitting lottery net amount തന്നത്, അതുകൊണ്ട് നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്തു. That is 20,000 എമൗണ്ട് കിട്ടും. Then winning from horse race 2,000 എടുത്ത് എഴുതി. Then winning from crossword puzzle also we had to gross up and we will be getting 10,000. Then we will be adding these 3 amounts and we will be writing it in the outer column. Then in case B, വിന്നിങ് ഫ്രം ലോട്ടറി ഡയറക്റ്റ് എമൗണ്ട് നമുക്ക് എടുത്ത് എഴുതിയാൽ മതി 2,000 എന്ന് പറയുന്നത്. ദെൻ വിന്നിങ് ഫ്രം ഹോഴ്സ് റേസ്, ഇവിടെ ഹോഴ്സ് റേസിൽ നിന്ന് വിൻ ചെയ്യുന്ന എമൗണ്ട് 10,000-നേക്കാൾ കൂടുതലായതുകൊണ്ട് വി ഹാഡ് ടു ഗ്രോസ് അപ്പ് ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 32,000. ദെൻ 2,000 + 32,000 വി വിൽ ബി ഗെറ്റിംഗ് 34,000. ദെൻ വി വിൽ ബി ആഡിംഗ് ദ ഔട്ടർ കോളം, ദാറ്റ് ഈസ് 32,000 + 34,000 ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 36,000 ആസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. Now moving to the next question. The following are the details relating to Mr. P for the previous year 2019-20. Compute his income from other source. അപ്പോൾ മിസ്റ്റർ പിയുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ഐറ്റം, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാൻ. ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ രാജ്യത്തുള്ള അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് ഇൻകം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ഇൻകം ഫ്രം അതർ സോഴ്സ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിൽ നിന്നൊക്കെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എഴുതേണ്ടത്, ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ എഴുതേണ്ട കാര്യമാണ്. ദെൻ ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി ടാക്സബിൾ ഐറ്റമാണ് എവിടെ നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ. അതേ സമയത്ത് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എങ്ങനെയാണ്, അത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, അതെന്താണ് എക്സംപ്റ്റഡ് ആയിട്ടാണ്. ദെൻ റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് ഹൗസ്. സബ്ലെറ്റിംഗ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വാടക കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, ടാക്സബിൾ ഐറ്റമാണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം, എക്സ്പെൻസ് ഫോർ സബ്ലെറ്റ് ഹൗസ്, അതായത് ഈ വീട് സബ്ലെറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എക്സ്പെൻസ്, അത് നമുക്ക് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ വിന്നിങ് ഫ്രം ലോട്ടറി നെറ്റ് എമൗണ്ട് ആണ് തന്നത്. നെറ്റ് എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രോസപ്പ് ചെയ്യണം. ഓക്കെ, സോ ദ ആൻസർ ഇൻകം ഫ്രം അഗ്രികൾച്ചറൽ ഇൻ പാകിസ്ഥാൻ 5,000 നമ്മൾ എഴുതി. ദെൻ ഇൻകം ഫ്രം പോസ്റ്റ് ഓഫീസ് ബാങ്ക്. ഈ പോസ്റ്റ് ഓഫീസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് എത്ര രൂപയുടെ മേലെ കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് കൊടുത്താൽ മതി, 3,500 രൂപയുടെ മേലെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആകെ 1,000 രൂപയുള്ളൂ. അപ്പോൾ 1,000 രൂപയുള്ളൂ വെച്ചാൽ നമുക്കത് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. 3,500 രൂപയിൽ കൂടുതൽ, ഇൻഡിവിജ്വൽ ആണെങ്കിൽ 3,500 രൂപ, ജോയിൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ 7,000 രൂപ, അതാണ് അതിൻ്റെ ലിമിറ്റ്. നമ്മൾ തിയറി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 1,000 രൂപ വന്നതുകൊണ്ട് നമ്മളത് എന്തായിട്ട് എഴുതുന്നു, എക്സംപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നു.
ദെൻ ഡിവിഡൻഡ് ഫ്രം ഫോറിൻ കമ്പനി 700 രൂപ എഴുതി. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എക്സംപ്റ്റഡ് ആണ്. റെൻറ്റ് ഫ്രം സബ്ലെറ്റിംഗ് ഹൗസ് എഴുതി. ദെൻ വിന്നിങ് ഫ്രം ലോട്ടറി ഗ്രോസ് ചെയ്തിട്ട് 20,000 എഴുതി. എല്ലാ എമൗണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 51,950 രൂപ കിട്ടും. അതിൽ നിന്ന് നമുക്ക് അഡ്മിസിബിളായ ഡിഡക്ഷൻസ് നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് എക്സ്പെൻസ് ഓഫ് സബ്ലെറ്റിംഗ് ഹൗസ് മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. 1,000 rupees വി ഹാഡ് ടു ഡിഡക്ട് ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് 50,950 ആസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. Okay, moving to the next question. Amal is a resident individual. Submits the following particulars of his income for the year ended 31/3/2020. ഫസ്റ്റ് ഐറ്റം റോയൽറ്റി ഫ്രം കോൾ മൈൻ, ഒരു സംശയമില്ല ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റമാണ്. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം ഇൻ പാകിസ്ഥാൻ, നമുക്ക് ടാക്സബിൾ ആണ്. ദെൻ സാലറി ഫോർ എ പാർട്ട് ടൈം ജോബ്, അവിടെ ശ്രദ്ധിക്കണം കേട്ടോ. സാലറി ഫോർ എ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെ ടാക്സ് കൊടുക്കേണ്ടതാ? സാലറിയിൽ ടാക്സ് കൊടുക്കേണ്ടത്, അല്ലാതെ ഇൻകം ഫ്രം അതർ സോഴ്സിലല്ല നമ്മളത് എഴുതേണ്ടത്. പക്ഷേ സാലറി ഓഫ് എ MP എവിടെ എഴുതേണ്ടത്? നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ്. അതേസമയത്ത് ഈ ഡെയിലി അലവൻസ് ഓഫ് MP എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ഐറ്റമാണ്. ദെൻ ഹിസ് റെസിഡൻഷ്യൽ ഹൗസ് ഹാസ് ബീൻ ടേക്കൺ ഓൺ റെൻറ്റ് ഓഫ് ₹1,000 പെർ മന്ത്. അതായത് ഇദ്ദേഹം താമസിക്കുന്ന വീട് വാടകയ്ക്ക് എടുത്ത വീടാണ്. ഒരു മാസം 1000 രൂപയാണ് വാടക കൊടുക്കുന്നത്. ഹാഫ് ഓഫ് വിച്ച് ഹാസ് സബ്ലെറ്റ് അറ്റ് ₹1,200 പെർ മന്ത്. എന്നിട്ട് ആ വീടിന്, അതായത് ഈ അമൽ 1000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്ത വീട്, ആ വീടിൻ്റെ പകുതി ഭാഗം അമൽ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു. ആ കൊടുക്കുന്നത് 1,200 രൂപ ഒരു മാസത്തിനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ വരുമ്പോൾ എങ്ങനെ നമ്മൾ നോക്കുക? ഈ സബ്ലെറ്റ് ചെയ്ത എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കണം അല്ലേ? അപ്പോൾ 1,200 × 12 നമ്മൾ എഴുതും. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ സ്പെൻഡ് ചെയ്ത പൈസ ഉണ്ടല്ലോ, അതായത് നമ്മൾ അമൽ എന്ത് ചെയ്തിട്ടുണ്ട്? അമലിൻ്റെ ഈ വീടിൻ്റെ ഓണർക്ക് കൊടുത്ത 1000 രൂപ ഉണ്ടല്ലോ, ഒരു മാസം വെച്ചിട്ട് 1000 രൂപ കൊടുക്കില്ല. ആ എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ ഹാഫ് ആണ് കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് 6,000, 12,000 മൊത്തം കുറയ്ക്കേണ്ട, 1000 × 12 മൊത്തം കുറയ്ക്കേണ്ട ആവശ്യമില്ല. 1000 × 12 × ഹാഫ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? നമ്മൾ കുറയ്ക്കേണ്ടതുള്ളൂ. Then dividend received from a cooperative society, taxable item ആണ്. He has incurred the following expenses. അതായത് ഡിഡക്ഷൻ ഐറ്റംസ് ആണ് പറയുന്നത്. പെയ്ഡ് കളക്ഷൻ ചാർജ് 100 ഫോർ കളക്ടിങ് ഡിവിഡൻഡ്. ഇവിടെ ശ്രദ്ധിക്കണം, നമുക്ക് ഡിവിഡൻഡ് കിട്ടിയത് എവിടെ നിന്നാണ് ഡിവിഡൻഡ് കിട്ടിയെന്ന് പറയുന്നത്? ആ ജിയിൽ പറയുന്നില്ലേ, ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ ടാക്സബിൾ ഐറ്റം. സോ ദിസ് ഡിഡക്ഷൻ വി ക്യാൻ ഡിഡക്റ്റ്. അതേ സമയത്ത് നമുക്ക് ഡിവിഡൻഡ് റിസീവ് ഫ്രം എ ഇന്ത്യൻ കമ്പനി എന്നാണ് തന്നത്, അത് എക്സംപ്റ്റഡ് ആയിരുന്നു. ആ സമയത്താണ് നമ്മൾക്ക് ഇവിടെ കളക്ഷൻ ചാർജ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എക്സംഷൻ എഴുതാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ടാക്സബിൾ ഐറ്റമായ ഡിവിഡൻഡ് ആണ് ഉള്ളത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്ക് ഈ ഡിവിഡൻഡ്, ഈ കളക്ഷൻ ചാർജ് നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സംഷനായിട്ട്, നമുക്ക് ഡിഡക്ഷനായിട്ട് നമുക്ക് എഴുതാം. ദെൻ ₹300 സ്പെൻഡ് ഫോർ ഏർണിംഗ് ആൻഡ് കളക്ടിങ് റോയൽറ്റി ഇൻകം, അത് നമുക്ക് ഡിഡക്ഷനായിട്ട് എഴുതാൻ പറ്റും. കമ്പ്യൂട്ട് മിസ്റ്റർ അമൽസ് ഇൻകം ഫ്രം അതർ സോഴ്സ് ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21. ഓക്കെ, ആൻസർ എങ്ങനെ വരും? ആദ്യം റോയൽറ്റി ഫ്രം കോൾ മൈൻ എഴുതി 20,000 രൂപ. ദെൻ അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം പാകിസ്ഥാൻ 15,000. പിന്നെ നമ്മൾ ആ പാർട്ട് ടൈം ജോബിൻ്റെ അത് നമ്മൾ ഏത് ഹെഡിലാണ് വരിക? സാലറിയിലാണ് വരിക എന്നുള്ളത് അവിടെ എഴുതി വയ്ക്കുക. ദെൻ സാലറി ഓഫ് MP 36,000 ഫുള്ളി ടാക്സബിൾ. ഡെയിലി അലവൻസ് ഓഫ് MP എക്സംപ്റ്റഡ് ആണ്. ദെൻ ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്, അതെങ്ങനെ ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സബ്ലെറ്റ് ചെയ്തപ്പോൾ അമലിന് കിട്ടിയ പൈസ എത്രയാണ്? അതല്ലേ ടാക്സബിൾ. 1,200 × 12 14,400 രൂപ എഴുതും. ഇനി അതിൽ നിന്ന് അമൽ റെൻറ്റ് ഹാഫ് പോർഷൻ അമൽ താമസിക്കുന്നതാണ്. ആ ഹാഫ് പോർഷനിൽ എന്താണ് റെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്യുന്നു. അതായത് ഈ സബ്ലെറ്റ് ചെയ്ത ഹാഫ് പോർഷൻ്റെ വാടക കൂടി ആർക്ക് കൊടുക്കുന്നത്? ഓണർക്കും കൂടി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പോർഷൻ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 1000 × 12 × അതിൻ്റെ ഹാഫ്, ദാറ്റ് ഈസ് 6,000. സോ എമൗണ്ട് ഈസ് 8,400. ദെൻ ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇറ്റ് ഈസ് എ ടാക്സബിൾ ഐറ്റം. സോ 5,000 rupees. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്മിസിബിൾ എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കളക്ഷൻ ചാർജും എക്സ്പെൻസ് റിലേറ്റ് ടു റോയൽറ്റി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആസ് 84,000. Now moving to the next question. Mr. George Thomas provides you the following information and you are required to compute his income under the head income from other source. Winning from Kerala State Lottery net. നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഈ 1,50,000 നമ്മൾ ഗ്രോസ് ചെയ്യേണ്ടി വരും. Then a credit in his passbook the sources which cannot be explained for color being black. അതായത് ഏത് സോഴ്സിൽ നിന്നാണ് ആ പൈസ എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. ഈ തോമസ് ജോർജിന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റാത്ത പൈസകളൊക്കെ നമ്മൾ അൺഡിസ്ക്ലോസ്ഡ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ എവിടെ എഴുതുക? ഇൻകം ഫ്രം അതർ സോഴ്സിലാണല്ലോ നമ്മൾ ടാക്സ് ചെയ്യേണ്ടത്. Then ₹6,300 received as interest on tax-free debentures of ഏഷ്യൻ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് പറയുമ്പോൾ എന്താണ്?
ടാക്സ് ഫ്രീ ഏഷ്യൻ ഫാർമസ്യൂട്ടിക്കൽ പറഞ്ഞാൽ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ആണ്. അപ്പോൾ നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ എമൗണ്ട് ആണ് തന്നത്. നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? നമുക്കത് ഗ്രോസ് ചെയ്തിട്ടുള്ള എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. ഇനി അതേമാതിരി തന്നെ ₹5,400 റിസീവ്ഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഓഫ് കേരള മിനറൽസ് ലിമിറ്റഡ്. ഇവിടെയും സെക്യൂരിറ്റി എന്ന് പറയുന്നത് നോൺ ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്, എമൗണ്ട് ആണ് തന്നത്. അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ ഈ 5,400 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഗ്രോസ് ചെയ്യേണ്ടി വരും. Then interest received from letting out of the building along with plant, machinery and furniture. ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറി ലെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് ടാക്സബിൾ ആണ്. ദെൻ എക്സ്പെൻസസ് ഓഫ് കോമ്പോസിറ്റ് ലെറ്റിംഗ് അലൗഡ്. അത് വെറുതെ തന്നിട്ടേ ഉള്ളൂ, അല്ലാതെ അതിനെ പറ്റിയിട്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ദെൻ നമുക്ക് വേറെയുള്ള എക്സ്പെൻസസ് ആണ് തന്നത്. വേറെ നമുക്ക് ഇതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് തന്നത്. ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ 9,000 ഡിഡക്ട് ചെയ്യാം. ഇൻഷുറൻസ് 750 ഡിഡക്ട് ചെയ്യാം. റിപ്പയേഴ്സ് 3,750 രൂപയും ഡിഡക്ട് ചെയ്യാം. ദെൻ എയ്ത്ത് ഐറ്റം റോയൽറ്റി റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് എ ബുക്ക് ₹28,500. അപ്പോൾ ടാക്സബിൾ ഐറ്റമാണ്. ഈ ക്ലെയിംസ് എക്സ്പെൻസസ് ഓഫ് സ്റ്റേഷനറി ആൻഡ് ടൈപ്പിംഗ് ₹6,000. അതായത് ഈ ബുക്ക് ടൈപ്പ് ചെയ്യാനും അതിൻ്റെ സ്റ്റേഷനറി കാര്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് അദ്ദേഹം 6,000 രൂപ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് റോയൽറ്റിയിൽ നിന്ന് നമുക്ക് സാധാരണ പോലെ തന്നെ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഡിഡക്ഷൻ എഴുതാൻ പറ്റുന്ന കാര്യമാണ് ഏത്? ഈ 6,000 രൂപ. Okay, moving to the answer. Winning from state lottery 1,05,000 into 100/70, that is gross ചെയ്തു. അപ്പോൾ നമുക്ക് 1,50,000 കിട്ടും. ദെൻ അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം ഞാൻ പറഞ്ഞില്ലേ, ആ ബ്ലാക്ക് മണി ആയിട്ടുള്ള മണിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 90,000 ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് അൺലിസ്റ്റഡ്, അത് നമ്മൾ ഗ്രോസ് ചെയ്തു. ദാറ്റ് ഈസ് നമുക്കറിയാം സെക്യൂരിറ്റികൾ ഗ്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവൈഡഡ് ബൈ 90 ആണ് ചെയ്യുക. കാരണം സെക്യൂരിറ്റീസിൻ്റെ ടാക്സ് റേറ്റ് 10% അതുകൊണ്ട് 6,300 into 100/90, ദാറ്റ് ഈസ് 7,000. ദെൻ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലിസ്റ്റഡ് ഡിബഞ്ചേഴ്സ് 5,400 into 100/90, ദാറ്റ് ഈസ് 6,000. ദെൻ റെൻറ്റ് റിസീവ്ഡ് എഴുതി, റോയൽറ്റി റിസീവ്ഡ് എഴുതി. നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് 2,90,500 ഔട്ടർ കോളത്തേക്ക് എഴുതി. അതിൽ നിന്ന് നമ്മൾ അഡ്മിസിബിൾ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് നമ്മൾ മൈനസ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ, ഇൻഷുറൻസ്, റിപ്പയേഴ്സ്, expense related to royalty, and the total amount will be coming 19,500, and we will be deducting this 19,500 from 2,90,500, and we will be getting 2,71,000 as income from other source. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് എമൗണ്ടാണ് ഗ്രോസ് ചെയ്യേണ്ടത്, ഏത് എമൗണ്ടാണ് ഗ്രോസ് ചെയ്യേണ്ടാത്തത്, അതേമാതിരി തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെ, ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പാഠം ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിലൊരു ചെറിയ പോർഷൻ, ഇനി നമ്മുടെ ഈ സെമസ്റ്ററുമായി ബന്ധപ്പെട്ട് 5th സെമസ്റ്ററുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പോർഷനും കൂടി നമുക്ക് ബാക്കിയുള്ളൂ, അഗ്രികൾച്ചറൽ ഇൻകം. അത് നമുക്ക് നാളെ നമുക്ക് നോക്കാം. Okay, thank you.